മൂന്നാമത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് സിയോങ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു ഡോർമെറ്ററിയിൽ കിടക്കുന്നതാണ്. ബാക്കിയുള്ള 455 പ്ലേയേഴ്സും അവിടെ ഉണ്ടായിരുന്നു. പുതിയ ഗെയിമിൽ അവനും ഇപ്പൊ ഉണ്ട്. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ആ ഒരു സെക്യൂരിറ്റി ടീം വന്നിട്ട് ഒരു അനൗൺസ്മെന്റ് നടത്തുകയാണ്. ഓരോ ഗെയിം കഴിഞ്ഞതിന് ശേഷവും വോട്ടിംഗ് ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ ഒരു ഗെയിമിൽ തുടരണോ അതോ പുറത്തേക്ക് പോകണോ എന്ന്. ആ ഒരു ഗെയിമിൽ നിന്ന് കിട്ടിയ പൈസ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി തിരിച്ചു കൊടുക്കും എന്നും പറയുന്നുണ്ട്. ഇവിടെ പുതുതായിട്ട് വന്നിട്ടുള്ള ഈ ഒരു കളിക്കാർക്കാണെന്നുണ്ടെങ്കിൽ ആകെ സംശയമാണ്. അവരുടെ മൊബൈൽ ഫോൺ പോലും ഇപ്പൊ നമ്മുടെ സെക്യൂരിറ്റി ടീമിന്റെ കയ്യിലാണല്ലോ. നമ്മുടെ സിയോങ് ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് മിണ്ടാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. സമയം മൂസിയോക്കും ഹാങ്ജിയോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ സിയോങ്ങിനെ തേടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതേ സമയം ഗെയിം നടക്കുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ പിഗ്ഗി ബാങ്ക് കാണിക്കുകയാണ്. എല്ലാവരും വളരെ കൗതുകത്തോട് മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ്. അതിലേക്കാണ് ഈ ഒരു പണം വന്ന് നിറയുന്നത് എന്ന് കൂടി കാണുമ്പോൾ എല്ലാവർക്കും കുറച്ചും കൂടി ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗെയിമേഴ്സിന്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു നീലമുടിയൻ ഉണ്ടായിരുന്നു. അവന്റെ പേരാണ് താനോസ്. ഇവനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്രിപ്റ്റോ കോയിൻസും മറ്റൊക്കെ ഓരോ സ്ഥലത്ത് നിക്ഷേപിച്ചിട്ട് പൈസ പോയിട്ടുണ്ടായിരുന്നു. ഒരു യൂട്യൂബറിന്റെ വീഡിയോ കണ്ടിട്ടാണ് അവൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു യൂട്യൂബറിനെ ഈ ഒരു ഗെയിമേഴ്സിന്റെ ഇടയിൽ നിന്ന് അവൻ കാണുന്നുണ്ട്. പിന്നെ പറയണോ, രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കടിയാവുന്നുണ്ട്. ഇവിടെ ഇതാ എല്ലാവരും ഇപ്പോ ഗെയിമിൽ പങ്കെടുക്കാനുള്ള ആ ഒരു കൺസെന്റ് ഫോം ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സിയോങ്ങും അത് തന്നെ ചെയ്തു. സിയോങ്ങിനെ തേടിയിട്ട് ഒരു ഐലൻഡിലേക്ക് എത്തിയിട്ടുള്ള നമ്മുടെ വൂസിയോക്കും അതുപോലെ തന്നെ ജുൻഹോവും എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു കരയിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇവന്റെ ട്രാക്കറാണ്, അതായത് ആ പല്ലിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ആ ട്രാക്കർ ആണെന്നുണ്ടെങ്കിൽ ഒരു മീൻപിടുത്തക്കാരന്റെ ഒരു എരയുടെ ബോക്സിൽ നിന്നാണ് ഇവർക്ക് കിട്ടുന്നത്. അതോട് കൂടിയിട്ട് നമ്മുടെ സിയോങ്ങിനും കാര്യം മനസ്സിലായി. അവൻ അവന്റെ പല്ലിന്റെ അവിടെ നിന്ന് ആ പല്ലെടുത്ത് നോക്കിയപ്പോൾ അതിലൊരു ട്രാക്കർ ഇല്ല. അവൻ പെട്ടുപോയിക്കെന്ന് മനസ്സിലായി. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഗെയിം ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നടക്കാനായിട്ട് പോവാണ്. എല്ലാവരെയും രക്ഷപ്പെടുത്താനായിട്ട് ഈ ഒരു കളിയുടെ നിയമങ്ങളും അനങ്ങിയിട്ടുണ്ടെങ്കിൽ മരിച്ചു പോകുന്ന കാര്യമൊക്കെ നമ്മുടെ സിയോങ് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു പെൺകുട്ടിയുടെ മേത്ത് ഒരു ചെറിയ ഈച്ചെന്തോ വന്നിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇവൾ അനങ്ങിപ്പോയി. ഇവൾ അനങ്ങിയിട്ട് പറയുന്നത്, ഞാൻ അനങ്ങിയപ്പോൾ എനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കും അവളെ വെടിവെക്കുകയാണ്. അതോട് കൂടിയിട്ട് എല്ലാവർക്കും ഇപ്പൊ നമ്മുടെ സിയോങ് പറഞ്ഞ കാര്യം ശരിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. സിയോങ് പറയുന്നത് പോലെ തന്നെ ബാക്കിയുള്ളവർ ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ചിലരാണെന്നുണ്ടെങ്കിൽ അനങ്ങുന്നുണ്ടായിരുന്നു. അവരപ്പം തന്നെ വെടിവെക്കുന്നു. ആ ഒരു വെടിയുടെ ശബ്ദം കേട്ടിട്ട് തന്നെ പലരും അനങ്ങുന്നുണ്ടായിരുന്നു. മിന്നെന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ഓർമ്മയില്ലേ, അവളും വെടിവെക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇതേ സമയം നമ്മുടെ സിയോങ് ആണെന്നുണ്ടെങ്കിൽ വിട്ടുകൊടുത്തില്ല. ആൾക്കാരെ എല്ലാവരെയും രക്ഷിക്കാനായിട്ടാണ് അവനിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാഷ്വാലിറ്റീസ് ഇപ്പൊ വളരെ കുറവാണ്. ഇതിനിടയിൽ ഒരാൾ അനങ്ങുന്നുണ്ട്. പക്ഷെ അയാളുടെ കാലിൽ മാത്രമാണ് വെടിയേറ്റിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരാളെ രക്ഷിക്കാനായിട്ട് സിയോങ് വീണ്ടും ആ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് വീണ്ടും തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും അയാൾ എലിമിനേറ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട് അയാളെയും വെടിവെക്കുകയാണ്. അങ്ങനെ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ക്രൂരത നിറഞ്ഞ ഗെയിം അവിടെ അവസാനിച്ചു. എല്ലാവരും ഇപ്പൊ ആ ഒരു ഹാളിൽ ഇരിക്കുകയാണ്. പേടിച്ച് വിറച്ചാണ് ഇരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം, അത് മാത്രമാണ് മിക്കവരുടെയും ചിന്ത. ഞങ്ങൾ അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റീസിനോട് പറയുന്നുണ്ട്, എന്തായാലും വോട്ടിംഗ് ഇപ്പൊ തന്നെ തുടങ്ങണം, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുന്ന് പുറത്തു പോകണമെന്ന്. അപ്പൊ തന്നെ ഈ ഒരു പിഗ്ഗി ബാങ്ക് കാണിക്കുകയാണ്. അതിലേക്ക് ഒരുപാട് പൈസ വന്ന് നിറയുന്നത് കണ്ടപ്പോ തന്നെ ഉണ്ടായിരുന്ന പ്ലേയേഴ്സിന്റെ കണ്ണ് മഞ്ഞളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വോട്ടിംഗ് ആരംഭിച്ചു. ഈ കളിയിൽ നിന്ന് ഇപ്പൊ തന്നെ പുറത്തു പോകണം എന്നുള്ള ഒരു എക്സ് എന്നുള്ള ആ ഒരു ബട്ടൺ ഞെക്കണം. മറിച്ച് ഈ ഒരു കളിയിൽ ഇനിയും തുടരണം എന്നുള്ളവര് ഓ എന്നുള്ള ആ ഒരു ബട്ടൺ ഞെക്കണം. വോട്ടിംഗ് അങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകുന്ന മനസ്സിലായപ്പോൾ നമ്മുടെ സിയോങ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് എല്ലായിടത്തും പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നറാണ്, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് ഇപ്പൊ കെട്ടിയെടുത്തെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ഗെയിം എങ്ങനെയും നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരടുത്ത് പറഞ്ഞെങ്കിലും ഈ ഒരു കാശിന്റെ കുന്തളിപ്പിൽ ഇതുവരെ ഇതൊന്നും കാര്യമാക്കുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ആയപ്പോൾ ടൈ ആയി നിൽക്കുകയാണ്. ഒരു വോട്ടും കൂടി ഉണ്ട്. ആ ഒരു വോട്ട് 001 എന്ന് പറയുന്ന നമ്പറുള്ള ആളാണ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവരും അയാൾക്ക് വേണ്ടിയിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് ഞെക്കുന്നത് ഓയാണ്. അതായത് ഈ ഒരു കളിയിൽ തുടരണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരാള് മറ്റാരുമല്ല, നമ്മുടെ സാക്ഷാൽ ഫ്രണ്ട്മാൻ തന്നെയായിരുന്നു. ഇയാളുടെ പേരെന്ന് പറയുന്നത് ഇൻഹോ ആണ്. ഇൻഹോ ആണ് നമ്മുടെ ഹാംജു, അതായത് ആ ഒരു പോലീസുകാരൻ ചങ്ങായി ഉണ്ടല്ലോ, പുള്ളിക്കാരന്റെ ചേട്ടൻ. ഇവൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അവന്റെ ഒറ്റ സുഹൃത്തായിട്ടുള്ള ജുങ്ബയും അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ സമാധാനിപ്പിക്കുന്നത്. അപ്പോഴേക്കും ബാക്കിയുള്ള കാൻഡിഡേറ്റ്സ് മൊത്തം ഇപ്പോൾ നമ്മുടെ സിയോങ്ങിനെയും ജുങ്ബയും വളഞ്ഞിരിക്കുകയാണ്. അതായത് ഇനി വരാൻ പോകുന്ന ഗെയിമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് മൊത്തം ഇവൻ അറിയാമെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. അപ്പോഴാണ് പ്ലെയർ 333 അതായത് മ്യുങ്ജി എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബറിനെ താനോസും പിന്നെ പ്ലെയർ 124 കൂടി വന്നിട്ട് ആക്രമിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഇൻഹോ അതായത് ഫ്രണ്ട്മാൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. താനോസിനെയും അവന്റെ ആ ഒരു കൂട്ടുകാരനെയും ഇടിച്ച് നിലംപരിശാക്കുന്നുണ്ട്. അതോട് കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്ലേയേഴ്സും ഇൻഹോയ്ക്ക് വേണ്ടിയിട്ട് കൈയടിക്കുകയാണ്. ഇതേ സമയം കുറച്ച് സോൾജേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു എലിമിനേറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിന്റെ ഓർഗൻസ്, ശരീരത്തിലുള്ള ഓർഗൻസ് ഒക്കെ എടുത്തിട്ട് വിൽക്കുകയാണ് ബ്ലാക്ക് മാർക്കറ്റിൽ. പക്ഷെ ഇന്നത്തെ ദിവസം അവർക്ക് ഒരു ഓർഗൻസും കയറ്റി അയക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, മിൻ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ഇപ്പോൾ സോൾജറായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടല്ലോ, അവളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എലിമിനേറ്റഡ് ആവുന്ന പ്ലേയേഴ്സിന്റെ നല്ല
ഹെഡ് ഷോട്ടും കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഓർഗൻസ് കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവുന്നില്ല. ഇനി മേലാൽ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഒരു കറുത്ത മാസ്ക് ധരിച്ചിട്ടുള്ള ഒരു ഓഫീസർ ഇവളുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ ഇവളതൊന്നും കാര്യമാക്കുന്നില്ല. അതേസമയം പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി കയറിയിട്ട് നമ്മുടെ ഹാങ് ജുങ് ഹോ ആണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം പറയുന്നു. പക്ഷെ ഈ പോലീസുകാരൊന്നും തന്നെ ഇവൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല. യാതൊരു തെളിവുമില്ലാതെ ഞങ്ങൾക്ക് ഒരു ഓപ്പറേഷൻ നടത്താൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അടുത്ത ദിവസം നടക്കാൻ പോകുന്ന ഗെയിമിൽ ട്രയാങ്കിൾ സെലക്ട് ചെയ്യാനായിട്ടാണ് നമ്മുടെ സിയോങ്ങും മറ്റുള്ളവരത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എടുക്കാനായിട്ട് ആ ഒരു ട്രയാങ്കിൾ കറക്റ്റ് ആയിട്ട് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. പെട്ടെന്നാണ് അവൻ ഞെട്ടി എണീക്കുന്നത്. അതൊരു സ്വപ്നം മാത്രമായിരുന്നു. അന്നത്തെ ദിവസം തന്നെ മ്യുങ്ജിയുടെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ജുൻഹി അങ്ങോട്ടേക്ക് അവനെ കാണാൻ വരുന്നുണ്ട്. അവനും അവിടെ വെച്ചിട്ട് ഇവിടെ കണ്ടപ്പോൾ ഒരു ഷോക്കായിരുന്നു. മാത്രമല്ല ഈ ഒരു ജുൻഹി ഇപ്പോ പ്രഗ്നന്റ് ആണ്. ആനോസ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത ഗെയിം കളിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എന്തോ ഒരു ഗുളിക വാരി വലിച്ച് തിന്നുന്നുണ്ട്. എന്തോ ഒരു തരം ഡ്രഗാണ്. പക്ഷെ അടുത്ത ഗെയിം കളിക്കാനായിട്ട് ഇവരൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വെച്ച് എല്ലാവരും ഞെട്ടിപ്പോവാണ്. നമ്മുടെ സിയോങ് പറഞ്ഞ തരത്തിലുള്ള ഒരു ഗെയിം ആയിരുന്നില്ല അവിടെ നടക്കാനായിട്ട് പോകുന്നത്. 5 പേരടങ്ങുന്ന ഒരു ടീം ആവണം ആദ്യം തന്നെ. മാത്രമല്ല ഇവരുടെ കാലുകളൊക്കെ ചങ്ങലയിട്ട് പൂട്ടുപോലെ കെട്ടിയിടും. ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ഒരു ഗെയിം പൂർത്തിയാക്കേണ്ടത്. 5 ഗെയിമുകളുണ്ട്. ഫസ്റ്റത്തത് ഡാക്ജി എന്ന് പറയുന്ന ഒരു കളിയാണ്. അത് നമ്മുടെ ആ ട്രെയിനിൽ പുള്ളിക്കാരൻ സെയിൽസ്മാൻ വന്നിട്ട് അവരെ കൊണ്ട് കളിപ്പിക്കുന്നില്ലേ, അതൊന്ന്. അത് കഴിഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരു കല്ലെടുത്തിട്ട് മറ്റൊരു കല്ലിൽ എറിഞ്ഞ് വീഴ്ത്തുന്ന രീതിയിലുള്ള ഒരു ഗെയിം. അതുപോലെ തന്നെ മൂന്നാമത്തെ ഗെയിം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ അമ്മാനാടുന്ന കല്ലുകൊണ്ട് അമ്മാനാടിയിട്ട് പെൺകുട്ടികൾ കളിക്കുന്ന ഒരു കളി ഉണ്ടല്ലോ, അതൊന്ന്. അത് കഴിഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പമ്പരം പോലെ ഒരു സാധനം ഉണ്ട്. ആ ഒരു ചരട് അതുമ്പോൾ ചിറ്റിയിട്ട് പമ്പരം കറക്കുന്ന പോലെ കറക്കണം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റത്താണ് ജഗ്ഗി എന്ന് പറയുന്നത്. അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്തരീക്ഷത്തിലേക്ക് ആ സാധനം എറിഞ്ഞിട്ട് അതുകൊണ്ട് 4 5 തട്ടങ്ങാണ്ട് തട്ടണം. എല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു ഫിനിഷിംഗ് ലൈന് ക്രോസ് ചെയ്യണം. അതും 5 മിനിറ്റിനുള്ളിൽ. അല്ലാന്നുണ്ടെങ്കിൽ വെടി പൊട്ടും, ചാവും. അങ്ങനെ കളി തുടങ്ങി. പലർക്കും പല രീതിയിലായിരുന്നു. ചിലരാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്യും. പക്ഷെ ഏറ്റവും ലാസ്റ്റത്തെ ഗെയിം എത്തുമ്പോഴത്തേക്കും സമയം കഴിഞ്ഞിരിക്കും. ചിലപ്പോൾ ആ ഒരു ഗെയിം ആണെന്നുണ്ടെങ്കിൽ അവർ കല്ലിട്ട് എറിയുമ്പോൾ കല്ല് ശരിയായിട്ടുള്ള സ്ഥലത്ത് കൊള്ളൂല. പിന്നെ ആ ഒരു കല്ലെടുക്കാനായിട്ട് ഇവരെല്ലാവരും ഈ 5 പേരും 1 2 1 2 എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഒരുമിച്ച് നീങ്ങിയിട്ട് വേണം ആ ഒരു കല്ലെടുക്കാൻ. എന്നിട്ട് വീണ്ടും ആ ഒരു സ്ഥലത്തേക്ക് തന്നെ പോയിട്ട് അവിടെ നിന്ന് എറിയണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ഗെയിം കളിക്കണം. അപ്പോഴേക്കും 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പലർക്കും പല രീതിയിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മുടെ സിയോങ്ങിന്റെ ടീം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കാണികളായിട്ട് മറ്റാരുമില്ല. ചിലരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. ബാക്കി ജയിച്ചവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരെ ആ ആളിലേക്കും പോയിട്ടുണ്ട്. സിയോങ്ങിന്റെ ടീം ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇൻഹോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പമ്പരം കറക്കുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് കറക്റ്റ് ആയിട്ട് അറിയുന്നില്ല. അത് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്നൊന്നും അറിയില്ല. പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് പണി പാളുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എങ്ങനെയൊക്കെയോ ഇവർ ജയിക്കുന്നുണ്ട്. ഇതേസമയം സോൾജർ ആയിട്ടുള്ള മിന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ ഒരു ഹെഡ് ഷോട്ടും കാര്യങ്ങളൊക്കെ എലിമിനേറ്റ് ആവുന്നവർക്ക് നേരെ പ്രയോഗിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഓർഗൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ആ ഒരു ദേഷ്യം കൊണ്ട് തന്നെ സോൾജേഴ്സ് രാത്രിയായപ്പോൾ നമ്മുടെ മിന്നിനെ നല്ല രീതിയിൽ പഞ്ഞിക്കിടാനായിട്ട് അവളുടെ റൂമിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു ഗെയിമിന് ശേഷവും ആ ഒരു പിഗ്ഗി ബാങ്ക് കാണിക്കുന്നതോട് കൂടിയിട്ട് വീണ്ടും വീണ്ടും കളിക്കാനായിട്ടുള്ള ത്വര അവിടെയുള്ള പ്ലേയേഴ്സിൽ വന്നു തുടങ്ങുന്നുണ്ട്. അങ്ങനെ വോട്ടിംഗ് തുടങ്ങിയപ്പോൾ ഭൂരിപക്ഷം പേർക്കും അവിടെ കളി തുടരണം എന്നുള്ള തീരുമാനമാണ് ഉണ്ടായിരുന്നത്. സിയോങ്ങിനെ കണ്ടെത്താനായിട്ട് നമ്മുടെ വൂസിയോക്കും അതുപോലെ തന്നെ ഹാംചും കൂടി ചേർന്നിട്ട് ആ ഒരു മെഴ്സണറി ടീമിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് ക്യാപ്റ്റന്റെ സഹായത്തോട് കൂടിയിട്ട് അവര് എല്ലാ ഐലൻഡുകളും ഇപ്പൊ പരിശോധിക്കാനായിട്ട് ഇറങ്ങുകയാണ്. ഇതേസമയം ഇവിടെ അടുത്ത ഗെയിം തുടങ്ങി. മിങ്കിൾ എന്നാണ് ഈ ഒരു ഗെയിമിന്റെ പേര്. ഒരു വലിയ സർക്കിള്, അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഒരു പാട്ടുമുണ്ട്. അത് പെട്ടെന്ന് നിൽക്കും. അപ്പൊ ഒരു നമ്പർ പറയും. കറക്റ്റ് ഇപ്പൊ ഒരു 11 എന്നുള്ള നമ്പർ പറയണമെന്നുണ്ടെങ്കിൽ പ്ലേയേഴ്സ് 11 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായി മാറണം. എന്നിട്ട് അവിടെയുള്ള ഒരുപാട് റൂമുകൾ ഉണ്ടാവും. അതിൽ കറക്റ്റ് 11 പേര് മാത്രം ആ ഒരു റൂമിൽ കയറിയിട്ട് വാതിലടയ്ക്കണം. അതിൽ എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് ഉള്ളിലേക്ക് കയറാൻ പറ്റിയിട്ടില്ലെങ്കിലും വെടിവെച്ച് തീർക്കും. ഓരോ നമ്പർ പറയും തോറും പല രീതിയിലുള്ള ചതിയും വഞ്ചനയൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നുണ്ട്. അല്ലാണ്ട് നിലനിൽപ്പില്ല. ഈ ഒരു ഗെയിമിന്റെ അവസാനത്തിൽ 2 എന്ന് പറയുന്ന ഒരു നമ്പർ പറഞ്ഞപ്പോൾ നമ്മുടെ ജുംബയും അതുപോലെ തന്നെ ഇൻഹോയും കൂടി ഒരു റൂമിലേക്ക് കയറി. പക്ഷെ അതിന്റെ ഉള്ളിൽ ഒരുത്തനും കൂടി ഉണ്ടായിരുന്നു. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇൻഹോ ആണെന്നുണ്ടെങ്കിൽ അയാളെ അപ്പൊ തന്നെ കഴുത്ത് ഞെരിച്ച് തീർത്ത് കളയുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ജുംബയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇവൻ സാധാരണക്കാരനല്ല, ഇവനൊരു അപകടകാരിയാണെന്നുള്ള ഒരു മനസ്സിലൊരു തോന്നൽ വരുന്നുണ്ട്. അങ്ങനെ ഗെയിം അവസാനിച്ച് എല്ലാവരും ഹാളിലേക്ക് വരുന്നു. വീണ്ടും വോട്ടിംഗ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഐലൻഡിലേക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജും പിന്നെ ആ ഒരു മെഴ്സണറി ടീമും കൂടി ഒരു ചെറിയ ബങ്കർ പോലുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ആ ഒരു ബങ്കറിന്റെ ഒരു ഡോർ തുറക്കുന്നതിനിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുകയും അവരിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്യും.
ചെയ്യുന്നുണ്ട്. ഇതേ സമയം ഇവിടെ പ്ലെയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ചേരി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്രമിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഒരുവിധം നമ്മുടെ സിയോങ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും പിടിച്ചു മാറ്റുന്നുണ്ട്. അങ്ങനെ താനോസ് എന്ന് പറയുന്ന ആ വൃത്തികെട്ട ചെക്കനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ മ്യൂങ്ജീനെ വന്നിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചേരി തിരിഞ്ഞ് ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ താനോസിന്റെ കഴുത്തിനിട്ടിട്ട് ആ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമ്മുടെ മ്യൂങ്ജി ഒരു പണി കൊടുക്കുന്നുണ്ട്. അതോടുകൂടി താനോസിന്റെ കഥ കഴിഞ്ഞു. ഈ സമയം ഇവിടെ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ മെഴ്സണറി ടീമിലെ ഒരു ഏജന്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങോട്ടേക്ക് ആ ഒരു ഡക്കിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടുത്തെ നമ്മുടെ ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഡ്രോണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചോദ്യം ചെയ്ത ഇയാളെ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഈ ഒരു ക്യാപ്റ്റൻ തീർത്ത് കളയുന്നുണ്ട്. അതായത് പുള്ളിക്കാരൻ ഒരു ചതിയനായിരുന്നു. കഴിഞ്ഞ വോട്ടിങ്ങിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഗ്രൂപ്പുകളും ടൈ ആയി നിൽക്കുകയാണ്, 50-50 നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്താ നടക്കാൻ പോകുന്ന പറയാൻ പറ്റില്ല. കറണ്ട് പോയ അപ്പൊ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേയേഴ്സ് കുത്തിച്ചാവുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സിയോങ് പറഞ്ഞു കൊടുത്തു. കാരണം കഴിഞ്ഞ ഗെയിമിലൊക്കെ അങ്ങനെയാണല്ലോ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കറണ്ട് പോകുന്ന ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് ഓഫ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ എല്ലാവരും കട്ടിലിനടിയിലായിട്ട് പോയിരിക്കണം. സിയോങ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. രാത്രി ആയപ്പോഴത്തേക്കും എതിർ ടീമിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോ മറ്റു ടീമിനെ വന്നിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യത്തിന് ഈ സിയോങ് പറഞ്ഞ രീതിയിൽ ബാക്കിയുള്ളവരെല്ലാവരും കട്ടിലടിയിൽ തന്നെ ഒളിച്ചിരുന്നു. അങ്ങനെ അവിടേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റികൾ വരുന്നുണ്ട്. അങ്ങനെ ഇവര് മരിച്ചതുപോലെ അഭിനയിച്ച് കിടക്കുകയാണ് നമ്മുടെ സിയോങ്ങും കൂട്ടരും. എന്നിട്ട് ഈ ഒരു സെക്യൂരിറ്റി അടുത്തെത്തിയിട്ട് ഇവരെ പരിശോധിക്കാനായിട്ട് നിൽക്കുമ്പോൾ തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന തോക്കുകളും മറ്റൊക്കെ പിടിച്ചു വാങ്ങിയിട്ട് ഈ ഒരു ഗാർഡ്സിനെ മൊത്തം വെടിവെച്ചിടുകയാണ്. അങ്ങനെ ഈ ഒരു സോൾജേഴ്സിന്റെ കയ്യിലുണ്ടായിരുന്ന അമോയും എല്ലാവിധ തോക്കുകളും ഇവർ കൈക്കലാക്കുന്നു. എന്നിട്ട് ഈ ഒരു ഗെയിം നടത്തുന്നവർക്കെതിരെയുള്ള യുദ്ധത്തിന് ആരൊക്കെയുണ്ട് ഞങ്ങളുടെ കൂടെ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്ലേയേഴ്സിൽ നിന്ന് ഏതാനും ചിലർ മാത്രം ഇവരുടെ കൂടെ കൂടുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഗെയിമിൽ നടത്തുന്നവരൊക്കെ തീർക്കാനായിട്ട് ഇവരങ്ങനെ അവിടെ നിന്നും ആയുധങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് പോവുകയാണ്. ഇവരുടെ ഗ്രൂപ്പ് നേരെ പോകുന്നത് അവിടുത്തെ ആ ഒരു കൺട്രോൾ റൂമിലേക്കാണ്. അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വമ്പന്മാരെയൊക്കെ തീർക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ പോകുന്ന വഴിക്ക് ഒരുപാട് സോൾജേഴ്സ് ഇവർക്ക് നേരെ ഇങ്ങനെ ഓപ്പൺ ഫയറും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ ഇവര് അങ്ങോട്ടും തിരിച്ചടിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന അമ്യൂണിഷൻ കഴിഞ്ഞോണ്ട്, അതായത് ആമവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുത്തനാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു ഹാളിലേക്ക് പോയിട്ട് അവിടെ നിന്ന് അമ്യൂണിഷൻ എടുക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിലും അവനാണെന്നുണ്ടെങ്കിൽ പേടിയായിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഇൻഹോ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിയോങ്ങിനെയും ജുംബയെയും രക്ഷിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു സെക്യൂരിറ്റി ഗാർഡ്സ് നിൽക്കുന്നതിന്റെ പുറകുവശത്ത് കൂടെ ഇൻഹോയും പിന്നെ രണ്ട് പ്ലെയേഴ്സും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിലും ആ ഒരു രണ്ട് പ്ലെയേഴ്സിനെയും നമ്മുടെ ഇൻഹോ അപ്പൊ തന്നെ വെടിവെച്ചിടുകയാണ്. എന്നിട്ട് റേഡിയോ വയർലെസ് സെറ്റിലൂടെ ഒരു വെടി ശബ്ദം പൊട്ടിക്കുന്നുണ്ട്. അതോട് കൂടിയിട്ട് സിയോങ് വിചാരിക്കുന്നത് നമ്മുടെ ഇൻഹോ മരണപ്പെട്ടു എന്നാണ്. മറ്റൊരു വഴിയില്ലാതായപ്പോ നമ്മുടെ സിയോങ്ങും ജുംബയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സറണ്ടർ ആവുകയാണ്. പക്ഷെ നീ ചെയ്ത എല്ലാ പ്രവൃത്തിക്കും നീ അനുഭവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഫ്രണ്ട്മാൻ അങ്ങോട്ടേക്ക് വരികയാണ്. അതായത് ഇൻഹോ തന്നെയാണ് ഫ്രണ്ട്മാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ സിയോങ്ങിന്റെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ജംഗ്ബയെ അവന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് കൊല്ലുകയാണ്. ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് സീസൺ 2 അവസാനിക്കുന്നത്. വളരെ ചുരുക്കിയിട്ടാണ് കഥ പറഞ്ഞിട്ടുള്ളത്, മറ്റൊന്നും കൊണ്ടല്ല, കോപ്പിറൈറ്റ് അടിച്ചു കിട്ടും അതുകൊണ്ടാണ്. അപ്പോൾ പുതിയ സീസൺ ഇപ്പൊ ഈ അടുത്ത് തന്നെ വരും, 27-ാം തീയതി കണ്ടല്ലേ വരുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നതാണ്. ചിലപ്പോൾ എന്തായാലും സ്ട്രൈക്ക് കിട്ടും, അല്ല സ്ട്രൈക്ക് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് എന്തായാലും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ 27-ാം തീയതി എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പോലെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ സീസൺ 1 വെച്ച് നോക്കുമ്പോൾ സീസൺ 2 അത്ര വലിയ ഗുമ്മൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇനി സീസൺ 3 എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഫൈനലാണല്ലോ, എന്താ സംഭവിക്കാന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വളരെ ചുരുക്കി ചെയ്തിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ചാനലിൻ്റെ പണി കിട്ടുന്നുള്ള ഒരു പേടി കൊണ്ടാണ്. ഓൾറെഡി ഇപ്പോൾ ഒരു സ്ട്രൈക്ക് നമ്മുടെ ചാനലിൽ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ചാനൽ നല്ല രീതിയിൽ ഡൗൺ ആയിട്ട് ഇരിക്കുകയാണ്. അല്ലെങ്കിലും അത്യാവശ്യം ഒരു 10K 10K 20K വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സ്ട്രൈക്കും കൂടി കിട്ടി ഇനിയും പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ആദ്യമായിട്ടാണ് കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഏറ്റവും പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.